നൽകിക്കോ. ഭാര്യക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോ. അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയണം. നല്ല സൗഹൃദത്തോടെ ജീവിക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണം. അല്ലാഹ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബിസ്മില്ലാ, അല്ലാഹു ബർക്കത്താകട്ടെ. പിരിവെന്തും വേണ്ടാന്ന് പറഞ്ഞു ഞാനെങ്കിലും അല്ലേ ഇൻഷാ അല്ലാഹ്. വലിയ പിരിവ്, ചെറിയ പിരിവല്ല, വലിയ 5,000, 25,000, 30,000 അങ്ങനത്തെ പിരിവ് വേണ്ടാന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്തായെങ്കിലും റാത്തീബിനും ദപ്പുനുള്ള ചെലവുണ്ടാവുമല്ലോ, നല്ലോണം സഹായിക്കണം. റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ കുടുംബാംഗങ്ങൾ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ എന്തെങ്കിലും ചെയ്യോന്ന് കാത്തിരിക്കുന്ന ദിവസമാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അതാണ് ഇന്നാണ് അല്ലേ, ഇടങ്ങനല്ലേ, ഇന്നല്ലേ ആദ്യത്തെ വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് മരിച്ചുപോയവരുടെ പേരിൽ എന്തെങ്കിലും ഒരു സദഖ കൊടുത്തിട്ടാകണം പോകേണ്ടത്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ നല്ല രൂപത്തിലായിട്ട് ജീവിക്കണം, നല്ല സന്തോഷത്തിലായി ജീവിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കുടുംബത്തിൽ മറ്റൊരു വശമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ചുരുക്കി പറയുന്നു, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വഅലമൂ, നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞ്, അന്നമാന്ന് പറ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ മക്കളെയും സമ്പത്തിനെ പറ്റിയിട്ടുമാണ് ഫിത്ന എന്ന് പറഞ്ഞത്. മക്കൾ ഫിത്നയാണ്. മക്കൾ സ്വാലിഹീങ്ങൾ വവലദു സ്വാലിഹു യദഉ ലഹു, ഉമ്മാക്ക് ദുആ അരക്കുന്ന ഉപ്പാക്ക് ദുആ ചെയ്യുന്ന ഈ സ്വാലിഹീങ്ങളായ മക്കളില്ലേ, ആ മക്കളല്ലാത്ത മക്കള് അല്ലേ, ഉമ്മാനെയും ഉപ്പാനെയും നരകത്തിലേക്ക് എറിയാൻ മനസ്സ് കാണിക്കുന്ന മക്കള്. മക്കളുടെ വിഷയം വളരെ ഗൗരവത്തിലെടുക്കാതെ പോയാൽ, മക്കള് വഴിതെറ്റിപ്പോയാൽ എവിടേക്കാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത്. 1 വയസ്സ് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്, 7 വയസ്സുള്ള പൊന്നുമോന് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോയല്ലോ. ചെറിയ മക്കൾ ഈ മൊബൈലാകുന്ന തിന്മയുടെ പല വശങ്ങളിലും പോയി എത്തിപ്പെട്ട് ആൺമക്കളും പെൺമക്കളും വഴിതെറ്റി പോകുമ്പോ, കഞ്ചാവിനടിമപ്പെടുമ്പോൾ, കള്ളിനടിമപ്പെടുമ്പോ, ഓരോ വീടാന്തരങ്ങളില് ഒരുപാട് മക്കളെ കൗൺസിലിംഗ് ചെയ്യുമ്പോ, ഇന്ന് കാസർഗോഡ് ജില്ലയില്, ദക്ഷിണ കന്നഡ ജില്ലയിലടക്കം ചെറിയ ചെറിയ പെൺമക്കള് പോലും കഞ്ചാവിന്റെ അടിമകളായി പോയില്ലേ. വാപ്പാരറിയുന്നില്ല, ഉമ്മമാരറിയുന്നില്ല, കുടുംബങ്ങൾ അറിയുന്നില്ല. വഴിവിട്ടു പോയതിന് ശേഷമല്ലാതെ, കൈവിട്ടു പോയതിന് ശേഷമല്ലാതെ ഈ മക്കള് തിന്മയിലകപ്പെട്ടു പോയത് അറിയാതെ പോകുന്നു. അപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ വളരെ ജാഗ്രത വേണേ. ഈ മക്കളെ പറ്റിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കൊണ്ട് നമ്മെ ശിക്ഷയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, തെമ്മാടികളായ മക്കളലാ ഉമ്മാനെയും ഉപ്പാനെയും നരകത്തിൽ വലിച്ചെറിയാൻ റബ്ബിനോട് ചോദിക്കുമ്പോൾ, മക്കൾ എവിടെയോ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, മക്കൾ എവിടെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. മക്കൾ ഏതോ ലോകത്തിലാ, ഏതോ ഓൺലൈൻ ഗെയിമുകളുടെ പിന്നാലെയാണ്, എന്തൊക്കെയോ തിന്മകളുടെ പിന്നാലെയാണ്, സുസൈഡയാണ്, ആത്മഹത്യ പെരുകയാണ്. ഈ സമുദായത്തിൽ ആത്മഹത്യ ഉണ്ടായിട്ടില്ല, സുസൈഡയിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് വ്യാപകമാണ്. എഡ്യൂക്കേഷൻ കൂടി, ഇൽമ് കൂടി, മദ്രസ കൂടി, വയലുകൾ കൂടി. എവിടെയോ ഒരു അപാകത, എവിടെയോ ഒരു തകരാറ്. ഈ മക്കളൊക്കെ തിന്മയുടെ മക്കളാകുന്നു. ഉമ്മക്കെതിരെ പറയുന്ന മക്കൾ, ഉപ്പാക്കെതിരെ പറയുന്ന മക്കള്, വയസ്സിന് മൂത്തവർക്കെതിരെ കൈ ചൂണ്ടുന്ന മക്കള്. ആ ശാപമാണ്. മക്കളെ നല്ലോണം കാത്തു സൂക്ഷിക്കോ. ബാബാ ഫരീദുദ്ദീൻ മസൂദ് വജൂദ് ഹരി കഞ്ചു ശക്കർ, ആ മഹാനുഭാവന്റെ ഉമ്മ ചെറിയ പൊന്നുമോനായ ഫരീദിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് വേഗം ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കാരം നിർവഹിച്ച്
പൊന്നുമോന്റെ കൈയും പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നു. മറക്കപ്പുറം അവിടെ മാറി നിൽക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് മകനെയും കൂട്ടിപ്പോകുന്നു. ലോകം അറിയപ്പെട്ട മഹാനായ ഫരീദ് തങ്ങളുടെ ചരിത്രമാണ്. ഉമ്മാ, വഴിതെറ്റുന്ന മക്കൾക്ക് കൂട്ടുനിൽക്കല്ല. അല്ലേ, മക്കളൊക്കെ ഉക്ക വലിക്കുന്നത് അല്ലേ, അറിയല്ലേ? ഉക്ക ഇടെന്ത് പറയുന്നു? ഇല്ല, സുബ്ഹാനല്ലാഹ്, ഇല്ല, ഇടില്ല. അൽഹംദുലില്ലാഹ്. അറിയല ഉക്ക വലി സെക്രട്ടറി ഇല്ല ഇവിടെ ഉക്ക അറിയല. അൽഹംദുലില്ലാഹ്. ഉക്ക വലിക്കുന്ന അല്ലേ, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ അല്ലേ, എന്ത് പറയല്ലേ പനിയുടെ എന്താ സലീം ഉസ്താദ്? ബീഡിയല്ലപ്പാ യാർ അൽഹംദുലില്ലാഹ്. ആവശ്യം വേണ്ട, അങ്ങനെ പലതുകൊണ്ട് വലിക്കുന്നത്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. പച്ചയായ ഹറാമാണ്. കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്നവരുണ്ട്. ജീവൻ ഒടുക്കാൻ, ഉമ്മയെ കൊല്ലാൻ, ഉപ്പയെ കൊല്ലാൻ, ഉമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത വഴിയിലാകാൻ ഇതൊക്കെ ഏർപ്പെട്ടു പോകുന്ന മൊബൈലിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വലിയ വലിയ മാഫിയകള് മക്കളെ വഴിതെറ്റിക്കാനായിട്ട് പിന്നാലെയുണ്ട്. നല്ലോണം ജാഗ്രത ഉണ്ടാകണം. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ മറ്റൊരു വശമാണ് ചുരുക്കി പറയുന്നു. ഇൻഷാ അല്ലാഹ് 9:15 തുടങ്ങി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിർത്തണം. അൽഹംദുലില്ലാഹ്, അങ്ങനെയല്ലേ? ഇനിയിപ്പോൾ നാളെയും പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യും. നാളെ വെള്ളിയാഴ്ചയൊക്കെയാണ്. അല്ലാഹു ഇനിയിപ്പോൾ വയതെല്ലാം കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്, വയതെല്ലാം ബറാബർ സുബഹിസ്കാരത്തിന് 6 മണിക്കല്ല അല്ലേ? എത്ര വയത് പറഞ്ഞാലും എത്ര വയത് കേട്ടാലും അല്ലേ, അങ്ങനെയൊക്കെ ആവരുത്. ചില ആണുങ്ങൾ, ചില പുരുഷന്മാരൊക്കെ പറയലുണ്ട്, ഉസ്താദെ, നേരെ നോക്കുന്ന മനുഷ്യന്മാരെ ഭാര്യമാർ എപ്പോഴും ഉൾട്ടന്നെ നേരെ ഓർക്ക് ശരിയാകുന്നില്ല. പിന്നെ കഞ്ചാവ് അടിച്ചിട്ട് പാൻ പറാഗ് തിന്നിട്ട് പണിക്കും പോവാതെ ഇടി ദുനിയാവിടി ചുറ്റിയിട്ട് രാത്രി 12 മണിക്ക് വരുന്ന ഓൻ്റെ ഭാര്യ തഹജ്ജുദ്, ളുഹ, ഖത്മുൽ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ചായ, ചോറ്, കടി, ചായ, ചോറ്, എല്ലാം 6 നേരം ഭക്ഷണം, എല്ലാം സമയാസമയത്ത് റെഡി. പാവായിട്ട് കുടുംബത്തെ പോറ്റി അധ്വാനിച്ച് എല്ലാം കൊടുക്കുന്ന ഭർത്താവിനാ ഒന്നുമില്ല. കിരികിരിയും ഇടങ്ങേറും സാപ്പം വെക്കലും മറ്റൊക്കെ. അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊന്നും ആകാൻ പാടില്ല. പരസ്പരം മനസ്സിലാക്കി റാഹത്തോടെ ജീവിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു വശം നമ്മുടെ ഉമ്മയാണ്, ഉപ്പയാണ്. ഇതും പറഞ്ഞ് നമുക്ക് നിർത്തണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒന്നാണ് വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മയോട് നന്മ ചെയ്യണം, ഉപ്പയോട് നന്മ ചെയ്യണം. ഉമ്മയും ഉപ്പയും നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയുടെ മാർഗങ്ങളാണ്. തെറ്റ് ചെയ്തവനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, നിനക്ക് ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ? യമനിൽ നിന്ന് യുദ്ധത്തിന് വന്നയാളോട് ചോദിക്കുന്നു, നിനക്ക് ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ? യുദ്ധത്തിന് ഉമ്മാന്റെ സമ്മതമുണ്ടോ ഉപ്പാന്റെ സമ്മതമുണ്ടോ? ഉണ്ടെങ്കിൽ നീ യുദ്ധം ചെയ്തോ, അല്ലെങ്കിൽ നീ നിന്റെ ഉമ്മയിലേക്ക് ഉപ്പയിലേക്ക് മടങ്ങിപ്പോയി അവരെ ഖിദ്മത്ത് ചെയ്തോ. എന്നാൽ ഈമാൻ കിട്ടിയതിന് ശേഷം, ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഏറ്റവും ഖൈറായ പണി ഉമ്മക്ക് ഖിദ്മത്തെടുക്കലാണ്, ഉപ്പക്ക് ഖിദ്മത്തെടുക്കലാണ്. അള്ളാന്റെ ഭൂമിയിലും ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലോ കൂലിയും ശിക്ഷയുമുള്ള വിഷയമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണ് കേട്ടോ. നീ നിന്റെ ഉമ്മാനെ സന്തോഷിപ്പിച്ചോ, നീ നിന്റെ ഉപ്പാനെ സന്തോഷിപ്പിച്ചോ, നിന്നെയും നിന്റെ കുടുംബത്തെയും അല്ലാഹു സന്തോഷിപ്പിക്കാതിരിക്കില്ല. ഉമ്മാക്ക് ദുആ ചെയ്യാത്തവന്റെ ദുആ, ഉപ്പാക്ക് ദുആ ചെയ്യാത്തവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആരക്കണം മുമ്മിനെ, ഉപ്പക്ക് ദുആരക്കണം മുമ്മിനെ. ഉമ്മയുള്ള കാലത്ത് ഈ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയില്ലേ, ഈ ഉമ്മാന്റെ സ്ഥാനത്ത് ലോകത്തൊരാൾക്കും നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ഉമ്മ ചെയ്ത ത്യാഗം, നമ്മുടെ ഉമ്മ ചെയ്ത ഇടങ്ങേറ്, നമ്മുടെ ഉപ്പ ചെയ്ത ത്യാഗം അതേതും ചെറുതല്ല കേട്ടോ. ചില ആള് പറയും, എന്റെ ഉപ്പ എന്തു ബാക്കി വെച്ചിട്ട് പോയിട്ടില്ല. എന്തും ബാക്കി വെക്കണ്ട, നിന്നെ ബാക്കി വെച്ചില്ലേ.
നിന്നെ പോറ്റി വളർത്തിയില്ലേ? ഇപ്പൊ എല്ലാരും ഏടെ നോക്കിയെങ്കിലും പ്രിയപ്പെട്ട ഉമ്മാന്ന് വേണം, എല്ലാരും ഉമ്മാന്റെ മഹത്വം ചെന്നു. അപ്പൊ ഇപ്പത്തെ ബാലക്കാരെല്ലാം നിരിച്ചിന് തേച്ചു ഇതെല്ലാം ഉമ്മന്നെ റെഡിയാക്കി തേച്ചു. ഉപ്പാക്കിയിലെന്തു ഷെയർ ഇല്ല, ആ രൂപത്തിലാണ്. അത് പറയണ്ടെന്നല്ല, വരുന്ന പ്രിയപ്പെട്ട ഉമ്മ ചെല്ലെങ്കിൽ വരുന്ന പ്രിയപ്പെട്ട ഉപ്പാവും ചെല്ലണം, അല്ലേ? വേണ്ടേ? ഇപ്പല്ല ഇതിനിടയ്ക്ക് ഒരു പഞ്ചാധികയിൽ ഒരു ബാലക്കാരെ ചെല്ലിയത് ഉപ്പാനെ നോക്കണമെന്ന് പറയുമ്പോ ഉപ്പാനെ നോക്കണില്ല. നിങ്ങൾക്ക് ഹദീസ് അറിയല്ലേ? ആരോട്? പഞ്ചാധികൻ ഹദീസ് ഓൻ കേൾക്കുന്നത് ബാലക്കാർ. എന്ത് ഹദീസ്? നബി തങ്ങളോട് ഒരാൾ കേൾക്കുന്നേ, ഞാൻ കാര്യം ഏറ്റ കടമയെന്ന്. അപ്പൊ നബി തങ്ങൾ ഉമ്മാന്ന്, പിന്നെ ഉമ്മാക്ക് തന്നെ സ്ഥാനം കൊടുത്തില്ല. അപ്പൊ അയാൾ കേട്ട് ഉപ്പാനെ ചെല്ല സൈഡിലിരിക്കട്ടെന്ന്, വേണ്ട സൈഡിൽ ചെല്ല, അത്ര തന്നെ, വേറെ വലിയ വിശേഷം ഉണ്ടായിട്ടല്ല. അങ്ങനെയല്ല. ഉമ്മാന്റെ ത്യാഗം മക്കളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മാന്റെ ത്യാഗം അല്ലെ, ഉപ്പ പണിക്ക് പോകുന്നതും കാര്യങ്ങളും ത്യാഗങ്ങളും അതൊന്നും ചെറുതായി കാണാൻ പാടില്ല. ഇനി ബയൽ പറയുമ്പോൾ അങ്ങനെ ഉമ്മാനെ മറക്കണ്ട, ഉമ്മാനെ നോക്കണം, ഉമ്മാക്ക് കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ട് ഇപ്പത്തെ മക്ക അങ്ങനെ ഫോൺ വിളിക്കുന്ന ഉമ്മാക്ക് തന്നെ, പൈസ ആക്കുന്ന ഉമ്മാക്കന്നെ, ഉമ്മാട് ചെന്നെ 500 വേണം ഉമ്മാട് വൈക്കോളി. അങ്ങനെയല്ല. വീട്ടിന്റെ ഉടമസ്ഥൻ ഉപ്പയാണ്. അപ്പൊ കൊടുക്കുമ്പോ ആർക്ക് കൊടുക്കണം? പെരുന്നാക്ക് കൊടുക്കുമ്പോ ഉമ്മാക്കും കൊടുക്കണം, ഉപ്പാക്കും കൊടുക്കണം, അല്ലേ? പിള്ളേർക്ക് മാത്രം 100 റുപ്യ പെരുന്നാന്റെ വിഷയം കൊടുത്താൽ കൊടുക്കുമ്പോ നല്ലോണം കൊടുക്കണം. മദ്രസ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളുടെ ഉസ്താദന്മാർ ഓർക്കും കൊടുക്കണം, നല്ലത്. ഇത് ചുരുട്ടിയിട്ട് ഓരോരുത്തർ കൊടുക്കുന്ന കണ്ടെങ്കിൽ ഉസ്താദ് ഇരിക്കട്ട് ചായ കുടിക്കാനെന്ന് റമളാൻ മാസത്തിൽ ചായ കുടിക്കാൻ പൈസ കൊടുക്കുന്നു. 30 റുപ്യ 40 റുപ്യ 50 റുപ്യ ചായ കുടിക്കാൻ റമളാൻ മാസത്തിൽ കൊടുക്കുന്ന ചായ കുടിക്കാൻ പൈസ. അല്ലെങ്കിൽ ഉസ്താദോട് ഇരിക്കട്ട് ഉസ്താദ് ബർക്കത്തിനായി, ഉസ്താദിന് ബർക്കത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന ചില ആളെല്ലാം അങ്ങനെയുണ്ട്. കൊടുക്കുമ്പോൾ ഭാര്യ ജാഗ്രത. കൃഷിക്കാരെല്ലാം അങ്ങനെ ഈ 100ന്റെ നോട്ടിന് 4 ഇങ്ങനെ ആക്കുന്നത്, വരക്കുന്നു, ഇതിൽ പറ്റിയിട്ട് വിട്ടുണ്ടാന്നിട്ട് അങ്ങനെ അത്ര ജാഗ്രത. ഗം ടേപ്പിലിട്ടിട്ട് ആർക്ക് പോകാത്തന്നെ ഉസ്താദിന് കൈ മടക്കി കളക്കുന്നത് പൊട്ടു. ബാങ്കിൽ എടുക്കുന്നില്ല, പീഡിയക്കാരൻ തിരിച്ചു കൊടുക്കുന്നു, ഉസ്താദ് തിരിച്ചു കൊടുക്കല്ല, തിരിച്ചു കൊടുക്കുന്നത്, അങ്ങനെ തിരിച്ചു കൊടുക്കുന്നില്ല. ഇത് അങ്ങനെ എന്തില്ല, അങ്ങ് ദർഗാന്റെ പെട്ടിക്ക മുസല്ലക്ക അല്ലെങ്കിൽ എവിടെങ്കിലും ബാൽദി വരുമ്പോ ബാൽദിക്ക് ഇട്ടിളക്കുന്നത്. അങ്ങനെയല്ല. കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കണം, ഉപ്പാക്ക് കൊടുക്കണം. ഉമ്മാക്കും ഉപ്പാക്കും മാസം ഉപ്പാക്ക് എന്തിനു പൈസ? ഉപ്പാക്ക് എന്തിനു പൈസ? നിനക്ക് എന്തിനു പൈസ? അങ്ങനെയല്ലേ? നീയും ഒരു നാൾ ഉപ്പയാവാനില്ലേ? നിന്റെ ഉപ്പാക്ക് മുസല്ലന്റെ അടുത്ത് പോകുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോയിരുന്നെങ്കിൽ ഒരു 100 റുപ്യ ഞാൻ മുസല്ലക്കിടുമായിരുന്നു. റമളാൻ മാസം വരുമ്പോ ഉപ്പാന്റെ കൽവ് പടക്കുന്നുണ്ട്. എങ്ങനെ തറാവിക്ക് പോകാനാണ്, എങ്ങനെ പള്ളിയിൽ പോകാനാണ്, ചോദിക്കുമ്പോ എങ്ങനെ കൊടുക്കാതിരിക്കാനാണ്. ഉള്ള കാലത്ത് 1000, 500, 2, 1 കണ്ട മുതല്ലിമീങ്ങൾക്കൊക്കെ കൈമടക്കിയ മനുഷ്യനാണ്. ഇന്നോ വീടിന്റെ ചെലവ് മക്കളേറ്റെടുത്ത് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുത്ത് ഉമ്മനെന്താക്കി? ഉമ്മയ്യാ കൊടുക്കോ? നിങ്ങൾക്ക് എന്തിനു പൈസ? പിടി വെച്ച് തീർക്കാനാ? സിഗരറ്റ് വലിക്കാതെ പോട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. പിന്നെ ഈനെ ഒളിപ്പിച്ച് മടക്കി വെച്ചിട്ട് പെണ്ണ് മക്കളെ കിടാക്ക പുള്ളിയൊക്കെ വരുമ്പോ ആണുമക്കൾക്കല്ല, അവർക്കില്ല. ഈ പെണ്ണ് മക്കളെ മക്കൾക്ക് ഇതമ്മൻ ആരോട് ചൊല്ലണ്ടാന്ന്. ഈനെ പിള്ളേർക്കറിയോ? ഇതാ മാമ പൈസ തന്നു, ഇതാ പബ്ലിക്കായി. ഏത് അങ്ങനെ പെണ്ണുങ്ങ കൊടുക്കുന്നതായിരിക്കും ഓറെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ യാറാ പെണ്ണുമക്കാന്നലിങ്ങായി. ആണുമക്ക ഒരു കാറ്റിൽ വളക്കുന്ന ആണുമക്ക ഇപ്പർ സൈഡില്. പെണ്ണുമക്ക എന്റെ മോള് പോയെടുത്ത് ഭയങ്കര കഷ്ടം. നിങ്ങക്ക് എന്താ ഇവിടെ? ആരാ? ഈന്റെ പകലിലെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന മരിയോളോട്, മോന്റെ ഓളോട്. മോന്റെ ഓക്കും ഇത് പിടിക്കുന്നേയില്ലേ? അമ്മായിക്കും മരിയോക്കും എന്താന്നില്ല, ഒരു വക ഒത്തിട്ട് പോന്നേ ഇല്ല. കാക്കാക്കും മരിയോക്കും ഒരു വക ജസ്റ്റായിട്ട് പോകുന്ന എന്തേ ടൈം ചായ കസായ അതെല്ലാം കൊടുക്കുന്നു. ഓളും ചൊല്ലുന്നു ഉപ്പാനെ വേണമെങ്കിൽ ഞാൻ നോക്കാം. ഈ മാന ചൂട്ടനെ ഞങ്ങൾക്ക് സാധ്യം ഇല്ല. എന്നോട് പണ്ടേ ചൊല്ലി എൻ്റെ പേരിൻ്റെ അപ്പുറത്തേമ എന്തോ മനുഷ്യന്മാരെന്നല്ലേ അയ്മാന്റെ മാത്രം നാവ് മുറിച്ചങ്ങ് സമയത്ത് നിക്കല. അങ്ങനത്തെ കടുപ്പത്തിന്റെ നാവ് അല്ലേ, പരസ്പരം യോജിച്ചു പോകുന്നില്ല. മകള് ഗർഭിണിയായാൽ പ്രഗ്നന്റ് ആയ ഉമ്മ പറയും, മോളെ അനങ്ങണ്ട, ജാഗ്രതക്ക്, റെസ്റ്റ് എടുക്ക്, അത് എല്ലാം മരിയോളോട് ചൊല്ലിതാ ഓളെ കിടാക്കക്ക് മണ്ണിയാക്കിയിട്ട് കൊടു, അതാക്കിയിട്ട് കൊടു, ഇതാക്കിയിട്ട് കൊടു. മരുമോള് ഗർഭിണിയായാൽ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കിടന്ന് ഡോക്ടർ പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന്. എന്താ കിടന്നിനെന്താ? ഡോക്ടർ റെസ്റ്റ്. എന്ത് റെസ്റ്റ്?
മുരിങ്ങ കൊമ്പാണ് രണ്ടുള്ള എന്ത് റെസ്റ്റ്? ഈ 10-12 റെസ്റ്റ് എടുത്തിട്ടായതാ. ആമാതിരി റെസ്റ്റ് എടുത്ത് കാത്തിനുണ്ടല്ലേ 12 ആയത് അല്ലേ? ഇതെല്ലാം ഞങ്ങളെന്ത് ഇത് കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഇതെല്ലാം എന്താ പുതിയതാ? പാവം ബേജാറായി, സങ്കടായി. മോക്ക് റെസ്റ്റ്, മരിയോക്കൊക്കെ കുഷ്ട് അല്ലേ? ഇതെന്തില്ല, ഈ രൂപത്തിലാവാൻ പാടില്ല. ഭേദഭാവമുണ്ടായി കാണരുത്. മകളെയും മരുമകളെയും ഒരുപോലെ കാണാൻ ഉമ്മക്ക് കഴിയണം. എന്റെ മോളെ പോലത്തൊരു മോള്, എന്റെ മോന്റെ ഭാര്യ, എന്റെ മോന്റെ മക്കളുടെ ഉമ്മ, ആ ഒരു കാഴ്ചപ്പാട് വേണേ ഉമ്മ. നിന്റെ പെൺമക്കളെ പോലോത്ത പെൺമക്കളാ, നിന്റെ പെൺമക്കളെ പോലോത്ത പെൺമക്കളാണ് ഈ മരുമക്കളും. വേറെ ആളുടെ മക്കളാ. അവളുടെ ഉമ്മ ഇരുന്ന് കരയുന്നുണ്ട്, എന്റെ മോൾക്ക് റായത്താക്കല്ല മോളെ. ഉമ്മാന്റെ സ്വഭാവം ആ ചൂട്ടെ കുറച്ച് നീ കുറച്ചു കൊടുക്കല്ല, അയ്മാന്റെ പക കുറച്ച് നീ കുറച്ചു കൊടുക്കല്ല. എങ്ങനെങ്കിലും ശരിയാന്നില്ലെങ്കിൽ മോളെ റൂനെ നീ പിടിച്ച് തീർക്കല്ല. വേണ സാപ്പല്ല അല്ലേ? ആക്രമിക്കപ്പെട്ട ആക്രമി അല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. ചില ഉമ്മാണ്ട് പേടിപ്പിക്കുന്ന സാപ്പ വെച്ചങ്ങ് മോനി കൊട്ടും, മോനി കൊട്ടിയങ്ങും തീർന്നിട്ട് പോ, ഇതിന് നിങ്ങൾക്ക് എന്തില്ല. മരുമകളെ മോന്റെ ഭാര്യാൻ ആക്രമിച്ച് കരയിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരെടുത്തിട്ട് അവള് ശപിച്ചാൽ ഉമ്മ അവളെ ആക്രമിച്ചതിന്റെ ശാപം തട്ടാതിരിക്കില്ല. അതുകൊണ്ട് മകന്റെ ഭാര്യ ആക്രമിക്കാൻ പോകണ്ട, കരയിപ്പിക്കാൻ പോകണ്ട, സങ്കടപ്പെടുത്താൻ പോകണ്ട. നിന്റെ പൊന്നുമോള് സന്തോഷത്തിലാകണമെന്ന്, നിന്റെ പൊന്നുമോളെ മോളുടെ ഭർത്താവ് നല്ലോണം നോക്കണമെന്ന്, അവളെ ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകണമെന്ന്, അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകണമെന്ന്, അവളെ മണലിലേക്കും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന് നിന്റെ മോളെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലേ? കൊണ്ടുപോകാൻ ആഗ്രഹമില്ലേ? എന്നിട്ട് നിന്റെ മകന്റെ ഭാര്യനെ കൊണ്ടുപോകണ്ടേ? അവളും പെണ്ണല്ലേ, അവളും നിന്റെ മകളെ പോലെയല്ലേ? സ്വന്തം മകളെയും മരുമകളെയും ഒരുപോലെ കാണാ ഉമ്മ. നീ മനസ്സ് കാണിച്ചാൽ ദുനിയാവും സ്വർഗമാണ് ഉമ്മ. നീ മരിച്ചു കഴിഞ്ഞാൽ ഖത്മുകൾ ഓതി, ദിക്റുകൾ ചൊല്ലി, ധാരാളം ദുആ ചെയ്യുമ്പോ ഖബറിൽ അനുഗ്രഹമല്ലേ? മരുമക്കൾ പറഞ്ഞ പോയല്ല, മുസീബത്ത് പോയി, ഇനി നോക്കാ ഒന്ന് ചുറ്റാൻ പോകാ, ഇനി നോക്കാ ഒന്ന് അവിടെ പോക ഇവിടെ പോകാ. അങ്ങനെയാവണ്ട, അങ്ങനെ ആയി പോകാം. അങ്ങനെ ആയാൽ എൻ്റെ അടുക്കൊരു തലാഖിന്റെ വിഷയം വന്നപ്പോ കുടുംബത്തിൽപ്പെട്ട ആള് പറഞ്ഞു, ചുറ്റാൻ പോയി ഭാര്യയും ഭർത്താവും എല്ലാം, പുതിനാട്ടിയും പുതിയാപ്പളല്ല പോയി. അയ്മാന്റെ ഭർത്താവ് പുതിയാപ്പളുടെ ഉപ്പ മരിച്ചു, പെൺമക്കളുണ്ട്, എല്ലാരും ഉണ്ട്. ചുറ്റാൻ പോയത്ത് അയ്മ ചെന്ന് ഞാനും മോന്റെ റൂമിൽ കിടക്കുന്നേന്ന്. ആയത് ആരുണ്ട്? മോനും പുതിനാട്ടിയും ഉണ്ട്, മോളും മോളെ ഭർത്താവും ഉണ്ട്, ബാക്കിയും കല്യാണം കഴിയാത്ത മോളുണ്ട്, എല്ലാരും. ഞാൻ പിന്നെന്താ, വേറെ നിർവാഹണ്ട. ഈ രൂപത്തിൽ പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്നവരാകാൻ പാടില്ല. മക്കളെ കാണുമ്പോ, മരുമക്കളെ കാണുമ്പോ നീതിയോടെ കാണണം. ചെറിയ മോൻക്ക് കൂടുതൽ അല്ലെങ്കിൽ വലിയ മോൻക്ക് കൂടുതൽ സ്വത്തോഹരിയാണെങ്കിലും അല്ലെങ്കിലും ജീവിതകാലത്ത് കൊടുക്കുമ്പോൾ ഒരുപോലെ കൊടുക്കണം. ന്യായം, നീതി വലിയ വലുതാണ്. അതിൽ ഏറ്റക്കുറവുകൾ വരുത്താതെ സൂക്ഷിക്കണം. മക്കളുടെ ഇടയിൽ ഭേദഭാവം. ഉമ്മാർക്കും അങ്ങനെ ചില ആൾക്കല്ല. ചില മക്കൾ എത്ര പണിയെടുത്തെങ്കിലും മതിയാന്നില്ല. എത്ര പണിയെടുത്തെങ്കിലും ആണാവട്ട് പെണ്ണാവട്ട് എത്ര പണിയെടുത്തെങ്കിലും നീ എന്താക്കിനേനി, ഇന്നലല്ലേ തോർത്തി, ഇന്നത്തെ തോർത്തി, അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു ഫിർസത്തിന്റെ മോളിലിരിക്കുന്നു ചില ആൾക്ക്, ഉമ്മാർക്ക് ഉപ്പാർക്കല്ല ചില ഫിർസത്തിന്റെ. ഓളോട് ചെന്നു, നീ എന്താക്കണ്ട, ഓളിന് തോർത്താൻ വേണ്ടി കോലെടുത്ത് ഒരു നീ അവിടെ വെക്ക് നോക്കാം, ഞാൻ തോർത്ത് നോക്കാം, ഉമ്മന്നെ തോർക്കും എടുത്തിട്ട്. പക്ഷെ ഫിർസ യാറുള്ളത് അങ്ങനെ ഉണ്ടാന്ന് പറയാൻ ആൾക്കാർ. അങ്ങനെയും പാടുള്ളതല്ല. അതുകൊണ്ട് ആരെയും ആക്രമിക്ക സ്വഭാവത്തിലൂടെ ഉമ്മയും ഉപ്പയും കണ്ടുപോകരുത്. നല്ല സന്തോഷത്തോടെ കാണണം, റാഹത്തോടെ കാണണം. നല്ല റാഹത്തോടെ അവരെ നിങ്ങൾ പോറ്റി വളർത്തിയാൽ തിരിച്ചവർ നിങ്ങൾക്ക് പല ഉപകാരങ്ങളും സദഖകളും നന്മകളും ചെയ്യാതിരിക്കില്ല. പൊന്നുമക്കളെ,
ഉമ്മയിലൂടെയാണ് സ്വർഗം, ഉപ്പയിലൂടെയാണ് സ്വർഗം. ഉപ്പക്കെതിരെ കൈ ചൂണ്ടില്ല. പെരുന്നാളിന് പണം കൊടുക്കുമ്പോ ഉപ്പാനെ വഴിവാക്കല്ല, ഉമ്മാനെ ഒഴിവാക്കിക്കളയല്ല. ഉമ്മാന്റെ പൊരുത്തം, ഉപ്പാന്റെ പൊരുത്തം, ആ പൊരുത്തത്തിലാണ് ഖാലിക്കായ റബ്ബിന്റെ പൊരുത്തമുള്ളത്. ഉമ്മയുടെ പൊരുത്തമില്ലേ, ഉപ്പയുടെ പൊരുത്തമില്ലേ, അവരടിക്കണ്ട. അവരുടെ മനസ്സ് വേദനിപ്പിക്കൽ പോലും അക്രമമാണ് കേട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് കുറെ സദഖ കൊടുത്തതും ഉണ്ടായില്ല. ജീവിച്ചിരിപ്പുള്ള ഉമ്മ നമുക്ക് വീട്ടിൽ കയറി ചൊല്ലുമ്പോ ഉമ്മാന്ന് വിളിക്കാൻ ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്റെ മോനെ കാക്ക് റബ്ബേ എന്ന് പറയുന്നൊരുമ്മ, മക്കൾ യാത്ര പോകുമ്പോ എന്റെ മക്കളെ കാക്കല്ലാന്ന് പറയുന്നൊരുപ്പ, ആ ഉപ്പയുടെ ദുആ പോലെ, ആ ഉമ്മയുടെ ദുആ പോലെ ഒരു തങ്ങളുടെയും ദുആ എത്തൂല, ഒരു ഉസ്താദിന്റെ ദുആയും വരൂല. ഉമ്മാന്റെ ഒരു ദുആ, ഉപ്പാന്റെ ഒരു ദുആ, മക്കളുടെ ഇടയിൽ ഒരു, റബ്ബിന്റെ ഇടയിൽ ഒരു തടസ്സവും ഇല്ല കേട്ടോ. ഉമ്മ ദുആ ചെയ്തു പോയാൽ, ഉപ്പ ശപിച്ചു പോയാൽ അത് വലിയ നഷ്ടമാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ ഒരു ഉപ്പ അറിയാതെ അങ്ങ് മൂത്രമൊഴിച്ചപ്പോ ഗൾഫുകാരന്റെ കൂട്ടുകാരൻ വന്നിരുന്നു. മൂത്രമൊഴിച്ചു പോയി. സങ്കടമായി ഗൾഫുകാരന്. എന്റെ കൂട്ടുകാരൻ വന്നപ്പോ എന്റെ ഉപ്പ മൂത്രമൊഴിച്ച് നാണം കെടുത്തിയല്ലോ. ശ്രദ്ധിക്കുക, ആ ഉപ്പാനെ റൂമിനകത്ത് കൊണ്ടുപോയിട്ടൊരടി കൊടുത്തു. പൊന്നുമോന് എന്തേ? അറിയാതെ മൂത്രം പോയടാ, വേണമെന്നറിഞ്ഞ് മൂത്രിച്ചതല്ല. വയസ്സായി കാണുമ്പോ അല്ലെ, വയസ്സാകുമ്പോ ഉണ്ടാകുന്ന ചില രോഗങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അടിച്ചു. ഉപ്പാനടിച്ച് ഗൾഫിലെല്ലാം പോയി. ഉപ്പ മരിച്ചു. കുറെ കാലം കഴിഞ്ഞ് ഗൾഫെല്ലാം നിർത്തിയിട്ട് ഈ തച്ച മോനായ ഉപ്പ നാട്ടിലേക്ക് വന്നു. മോന് പറഞ്ഞ പോലെ കേൾക്കുന്നില്ല. മോന് രാത്രി വരുമ്പോ 1 മണി 2 മണി ക്രിക്കറ്റൊക്കെ കളിച്ചു വരുമ്പോ ആരുടെയും നിയന്ത്രണത്തിൽ മോനില്ല. ഉപ്പ വാതിലിന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് പറഞ്ഞു, ഇല്ല തുറക്കൂല, സമയത്ത് വന്നാലേ തുറക്കൂ. ഇന്ന് കുറെ സമയം പിണങ്ങി അവസാനം തുറന്നു. തുറക്കലോട് കൂടെ കയ്യിലുണ്ടായിരുന്ന ക്രിക്കറ്റ് കളിച്ചു വന്ന ആ വസ്തു, അതുകൊണ്ട് ഉപ്പാന്റെ തലക്കൊരറ്റടി. നിന്റെ പോരല്ല, ബാണം കിടന്നിറങ്ങിട്ട് പോന്നു. ആരെ പോരല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് അറിയാതെ മൂത്രം പോയതിന് ഉപ്പാനെ അടിച്ച മോനാണ്. ആ മോന്റെ ക്രിക്കറ്റും കളിച്ചു വന്ന് ഗൾഫ് നിർത്തി വന്ന ഉപ്പാന്റെ പെരടിക്ക് അടിച്ചില്ലേ അവൻ. അതുകൊണ്ട് ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ, മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഉമ്മാനെ സങ്കടപ്പെടുത്തിയോ, ഉപ്പാനെ ബേജാറാക്കിയോ, എന്നാൽ മരണത്തിന് മുമ്പ് അതിന്റെ ശിക്ഷയുണ്ട്. അത് രോഗമാകാം, ബുദ്ധിമുട്ടാകാം, സങ്കടമാകാം, മക്കള് വലിച്ചെറിയലാകാം, പലതുമാകാം. ഉമ്മാനെ പൊരുത്തപ്പെടിക്കാതെ, ഉപ്പാനെ പൊരുത്തപ്പെടിക്കാതെ അല്ല ഉസ്താദേ, ഉമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. ഉമ്മ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉമ്മ കളവ് പറഞ്ഞോണ്ടല്ലേ, ഉപ്പ കളവ് പറഞ്ഞോണ്ടല്ലേ. അവരെന്തും പറയാം, അതവരും റബ്ബുമായുള്ള വിഷയമാ, നമുക്ക് തിരിച്ചു പറയാനില്ല. വലാ തഖുല്ലഹുമാ ഉഫിൻ, ചേന്ന് മാത്രം പറയാൻ പാടില്ല, ചീത്ത വിളിക്കാമെന്നല്ല.
കണ്ണുരുട്ടിയിട്ട് നോക്കലും വേണ്ട. ഉമ്മാന്റെ മനസ്സിന് സങ്കടം വരുന്നൊരു വാക്ക് പറയണ്ട. വയസ്സാകുമ്പോ ഉമ്മ പലതും പറയും, വയസ്സാകുമ്പോ ഉപ്പ പലതും പറയും. നമ്മൾ വിചാരിക്കാത്തത് അവര് പറയും അല്ലേ? നമ്മ സ്വപ്നത്തിലും വിചാരിച്ചിട്ടുണ്ടാവൂല. അപ്പോഴായിരിക്കും ഉമ്മ പറയുന്നത്, നിന്റെ കെണിയെല്ലാം എനിക്കറിയും, നീ മിഞ്ഞാനെ എന്തജാക്കീനി, നീ മിഞ്ഞാനെ ഒരുങ്ങിനി, നിങ്ങ പോയത് എനിക്കറിയൂ, വന്നത് എനിക്കറിയൂ, എല്ലാം എനിക്കറിയൂ. മുണ്ടണ്ടാ, മുണ്ടാൻ അല്ലാഹുവിന്റെ ദീൻ അല്ല. അപ്പൊ എന്തും പറയാം, എന്തും പറയാം, ഏതും പറയാം. ഇല്ല ഇല്ല, മറുപടി കൊടുക്കാനൊരവസരം അള്ളാന്റെ ദീന് തരുന്നില്ല. ഇരുത്തിയിട്ടുമ്മാണ് വിളിച്ചിട്ടുമ്മ, അങ്ങനെയല്ല ഉമ്മ, അങ്ങനെയല്ല ഉപ്പ. സന്തോഷത്തോടെ പറയാം, സമാധാനത്തോടെ പറയാം. എതിരായിട്ടൊരു വാക്ക്, കടുപ്പത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു പോകണ്ട. ഭാര്യ പലതും പറയും, ഭാര്യ പലതും പറയും. നിങ്ങളില്ലാത്തപ്പോ ഇവിടെ നിങ്ങളെ എന്തെല്ലോ പറയുന്നുണ്ട് എന്ന് പറയും. പറയട്ടെ, അതെന്റെ ഉമ്മല്ലേ എന്ന് പറയണം. പറയട്ടെ, എന്റെ ഉപ്പയല്ലേ, അവർക്ക് പറയാൻ അധികാരമുണ്ട്. അന്തവമാലുകലിയബീക്, എന്നിൽ നിന്ന് പണമെടുക്കുന്നു നബിയേ. നബി തങ്ങൾ പറഞ്ഞില്ലേ മോനെ, നീയും നിന്റെ മാലും നിന്റെ പൈസയും നിന്റെ പൊരയോ നിന്റെ കാറും നിന്റെ വാഹനവും എല്ലവും നിന്റെ ഉപ്പാക്കുള്ളതാ, നിന്റെ ഉമ്മാക്കുള്ളതാ. എല്ലവും ഉമ്മയുപ്പയും കഴിച്ചിട്ടേ ഉള്ളൂ. നിന്റെ വീട്, നിന്റെ വാഹനം, നിന്റെ സ്വത്ത്, നിന്റെ കൃഷി, എല്ലാത്തിലും നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മാക്കും ഒരു കൂറുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരോട് അമർത്തിട്ട്, അവരോട് വെറുത്തിട്ട്, അവരോട് പകവച്ചിട്ട് വിജയിക്കാൻ സാധ്യമല്ല. ഉമ്മാനെ വെറുപ്പിക്കണ്ട, ഉപ്പാനെ വെറുപ്പിക്കണ്ട. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിൽ പോലും, എത്ര വലിയ മുത്തഖിയാണെങ്കിൽ പോലും, എത്ര വലിയ സാലിഹാണെങ്കിൽ പോലും, എത്ര വലിയ ഉസ്താദാണെങ്കിൽ പോലും, എത്ര വലിയ തങ്ങളാണെങ്കിൽ പോലും, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പയുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് കോടികളുടെ ബിൽഡിംഗ് വേണ്ട, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണ്ട. ജീവിതകാലത്ത് അവരെ നോക്കിക്കോ, ജീവിതത്തിൽ അവരെ സന്തോഷിപ്പിച്ചോ. ഉമ്മാന്റെ ഒരിറ്റ് കണ്ണുനീര് ഭൂമിയിൽ വീണാൽ ആ ഭൂമി നിന്നെ വെറുതെ വിടൂല. ഉപ്പാന്റെ ഒരിറ്റ് കണ്ണുനീര് ഭൂമിയിൽ വീണോ, ഈ ഭൂമി നിന്നെ വെറുതെ വിടൂല. അതിന് നീ കോടികൾ മുടക്കി ഇസ്മെടുത്താലോ, ആയിരക്കണക്കിന് തങ്ങന്മാർ ദുആ ചെയ്താലും, ലക്ഷക്കണക്കിന് സദഖ ചെയ്താലോ ഈ കണ്ണുനീരിന് പരിഹാരമില്ല കേട്ടോ. ഇത് നിന്റെ സന്താന പരമ്പരക്കുള്ള ശാപമാണ്, ഇത് നിന്റെ മക്കൾക്കുള്ള ശാപമാണ്. 7 തലമുറ വരെ ഈ ശാപം നീണ്ടു നിൽക്കാം. അതുകൊണ്ട് ഒരു കാരണവശത്താലോ ഉമ്മാനെ വേദനിപ്പിക്കണ്ട, ഉപ്പാനെ സങ്കടപ്പെടുത്തണ്ട. നീ ധാരാളം സദഖ ചെയ്തോ. ഉപ്പാക്കും വേണം പണം, ഉമ്മാക്കും വേണം പണം. അത് ഉമ്മ എന്ത് ചെയ്യുന്നു, അത് ഉപ്പ എന്ത് ചെയ്യുന്നു ചോദിച്ചു പോകണ്ട. അവർക്ക് നീ കൊടുത്ത ചില്ലിക്കാശ് അവർക്ക് എന്തും ചെയ്യാം, ആർക്കും കൊടുക്കാം, എങ്ങനെയും ചെലവഴിക്കാം. കുറച്ചു കാലല്ലേ ഉമ്മ ബാക്കിയുള്ളൂ, കുറച്ചു കാലല്ലേ ഉപ്പ ബാക്കിയുള്ളൂ. സദഖ ചെയ്തോ, മറ്റുള്ളവർക്ക് പിന്നെയും കൊടുക്കാലോ, പിന്നെയും പള്ളിക്ക് കൊടുക്കാം, പിന്നെയും പാവങ്ങൾക്ക് കൊടുക്കാം, പിന്നെയും യതീമീങ്ങൾക്ക് കൊടുക്കാം.
നിന്നെ പോറ്റി വലുതാക്കാൻ നിന്റെ ഉമ്മ പല ദിവസവും പട്ടിണി കടന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നിന്റെ ഉപ്പ അതിരാവിലെ മുതൽ ഒരുപാട് അധ്വാനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും ചെയ്തുകൊണ്ടിട്ട് പോറ്റി വളർത്തിയടാ. അവര് പട്ടിണി കിടന്നു. ഉമ്മ പ്രസവിക്കുമ്പോ സുഖാഡംബരത്തിൽ പ്രസവിച്ചതല്ല. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പ്രസവോ, രണ്ടാലൊന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച്